നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മെയ് 5 ചൊവ്വാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. കുടുംബാംഗങ്ങളുമായോ ജീവിത പങ്കാളിയുമായോ ഉള്ള വാക്കുതർക്കങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മനഃശാന്തി കുറയാൻ സാധ്യതയുള്ള ദിവസമാണിത്. ബാങ്ക് ലോണുകളുമായി ബന്ധപ്പെട്ട നടപടികൾ നേരിടേണ്ടി വന്നേക്കാം. ശത്രുദോഷവും നിയമപരമായ കാര്യങ്ങളിൽ തിരിച്ചടികളും ഉണ്ടാകാതെ ജാഗ്രത പാലിക്കുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ഇന്നുണ്ടാകുക. ദിവസത്തിന്റെ തുടക്കത്തിൽ ബന്ധുജന സമാഗമം, തൊഴിൽ വിജയം എന്നിവ പ്രതീക്ഷിക്കാം. എന്നാൽ വൈകുന്നേരത്തോടെ ശാരീരിക അസ്വസ്ഥതകളോ രോഗാതി ദുരിതങ്ങളോ അലട്ടാൻ സാധ്യതയുണ്ട്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ശുഭദിനമാണിത്. ശത്രുക്കളുടെ മേൽ വിജയം നേടാനും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും സാധിക്കും. സ്ത്രീകൾ വഴി ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഈ ദിവസം മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ മാനസിക ബുദ്ധിമുട്ടുകൾ, യാത്രാ ദുരിതം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ മധ്യാഹ്നത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലമാവുകയും ധനനേട്ടവും ആരോഗ്യ പുരോഗതിയും ഉണ്ടാവുകയും ചെയ്യും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. മനസ്വസ്ഥത കുറയാനും ഉറക്കക്കുറവ് അനുഭവപ്പെടാനും സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ഉദരവാത സംബന്ധമായ അസുഖങ്ങൾ അലട്ടിയേക്കാം. യാത്രാക്ലേശത്തിന് സാധ്യതയുള്ളതിനാൽ ദൂരയാത്രകൾ ഒഴിവാക്കുന്നത് നന്ന്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത വേണം. കന്യരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ദിവസത്തിന്റെ തുടക്കത്തിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ പ്രതികൂലമായേക്കാം. അപ്രതീക്ഷിതമായ അപമാനങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാതെ നോക്കണം. ഓരോ നീക്കത്തിലും മുൻകരുതൽ ആവശ്യമാണ്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. രാവിലെ സമയങ്ങളിൽ മനഃശാന്തി കുറയാൻ ഇടയുണ്ടെങ്കിലും മധ്യാഹ്നത്തോടെ സാഹചര്യങ്ങൾ മാറും. എല്ലാ കാര്യങ്ങളിലും അസാമാന്യമായ ധൈര്യവും പക്വതയും പ്രകടിപ്പിക്കാൻ സാധിക്കും. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ഇന്ന് വേഗതയുണ്ടാക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കർമ്മരംഗത്ത് മികച്ച പുരോഗതി ഉണ്ടാകുന്ന ദിവസമാണിത്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ലാഭകരമായ അവസരങ്ങൾ തേടിയെത്തും. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും സാമ്പത്തിക ലാഭം കൈവരിക്കാനും സാഹചര്യമുണ്ടാകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ ശത്രുഭയമോ നിയമപരമായ തടസ്സങ്ങളോ ഉണ്ടായേക്കാം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ദാമ്പത്യ ബന്ധത്തിൽ ഐക്യവും മനസ്സിന് സന്തോഷവും ലഭിക്കുന്ന ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടാകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. രാവിലെ സമയങ്ങളിൽ ദാമ്പത്യ സൗഖ്യം, ഭക്ഷണസുഖം, ധനലാഭം എന്നിവ പ്രതീക്ഷിക്കാം. എന്നാൽ മധ്യാഹ്നത്തിൽ ശേഷം മനഃശാന്തി കുറയാനും ശാരീരികമായ അസ്വസ്ഥതകൾ അലട്ടാനും സാധ്യത കാണുന്നു. പ്രധാന കാര്യങ്ങൾ ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ പൂർത്തിയാക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കർമ്മമേഖലയിൽ അർഹമായ ഉന്നത പദവികൾ അലങ്കരിക്കാൻ ഭാഗ്യമുണ്ടാകും. ബിസിനസ്സിൽ വലിയ പുരോഗതിയും സാമ്പത്തിക ലാഭവും കൈവരും. ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനും ശാരീരികമായ സുഖം അനുഭവിക്കാനും ഇന്ന് സാധിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ദിവസത്തിന്റെ തുടക്കത്തിൽ അനാവശ്യ ബന്ധങ്ങൾ വഴി മാനഹാനിയോ ധനനഷ്ടമോ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. എന്നാൽ മധ്യാഹ്നത്തിന് ശേഷം മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ ലഭിക്കും. സാമ്പത്തിക നേട്ടങ്ങൾക്ക് അനുകൂലമായ സമയമാണിത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.